ആദ്യം തന്നെ അഖിൽ മാനവരോട് ഭയങ്കര എനിക്കൊരു വളരെ സന്തോഷമുണ്ട്, ബഹുമാനമുണ്ട്. എന്താണെന്നറിയോ, ഈ ബിഗ് ബോസിൽ പോയ പലരും ഒന്നും അല്ലാതായി പോയപ്പോ ഞാൻ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് സ്ക്രീൻ പ്രസൻസ് നിലനിർത്താൻ എങ്ങനെ സാധിക്കുന്നു? വർഷം 2 കഴിഞ്ഞു. അത് ഒന്ന് ഞാൻ പറഞ്ഞൊരു ഭാഗ്യം. 2 എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അല്ലറ ചില്ലറ കഴിവുകളൊക്കെ നമുക്കുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഒരർത്ഥത്തിൽ ഭയങ്കര ഭാഗ്യമുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഫുക്രു എനിക്കൊരു മെസ്സേജ് അയച്ചു, പഴയ ബിഗ് ബോസ് ഫുക്രു അയച്ച മെസ്സേജ് ചെയ്താണ്. ഇപ്പം ഈ സിനിമ റിലീസാകാൻ പോകുന്നത് കണ്ടപ്പം ആഗ്രഹിച്ചതെല്ലാം ഒരർത്ഥത്തിൽ നേടിയെടുത്തതായിട്ട് തോന്നിയില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവനെ പറഞ്ഞു, അല്ല സത്യമാണ്, ഞാൻ ഇപ്പം 2010 തൊട്ട് സ്വപ്നം കണ്ടിരുന്നതൊക്കെയാണ് ഇപ്പം ലൈഫിൽ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് KCL നടക്കുന്നുണ്ട്, ക്രിക്കറ്റിനകത്ത് ഭാഗമാകണമെന്നുള്ളത് അന്നത്തെ വലിയ ആഗ്രഹങ്ങൾ വന്നു. അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ലീഗിൻ്റെ ഭാഗമാവുന്നു, സഞ്ജുവിൻ്റെ ടീമിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കാൻ പറ്റുന്നു. ഇപ്പുറത്ത് CCL പ്ലേയിങ് ലിസ്റ്റിലേക്ക് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പുറത്ത് സിനിമ റൈറ്ററായി, ഡയറക്ടറായി, അതെ അഭിനേതാവുമായി. പിന്നെ അതേപോലെ ബിഗ് ബോസ് പോലെ സോഷ്യൽ മീഡിയയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലേറ്റവും വളരെ സജീവമായിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവളിപ്പോ ഡിഫൻഡർ എടുത്തു, അവള് ബിഗ് ബോസിൽ പോയതുകൊണ്ട് എടുത്തതാണോ? അല്ല, ബിഗ് ബോസിൽ പോയതുകൊണ്ട് എടുത്തതല്ല.